ഹലോ നമസ്കാരം. ഒരാളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓസ്ട്രേലിയയുടെ ജൂലൈ 2024 ഇൻടേക്കിന്റെ അപ്ഡേറ്റ് തരാനായിട്ടാണ് ഈ വീഡിയോ. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പം ജൂലൈ എൻഡ് ആവാറായി. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളുടെ വിസാസ് എല്ലാം വന്നു. ആദ്യം തന്നെ സന്തോഷ വാർത്ത, 100% വിസ സക്സസ് ആയിരുന്നു ഹോല വേൾഡിന് ജൂലൈ 24 ഇൻടേക്കിൽ. ഫെബ്രുവരി ഇൻടേക്കിൽ നമുക്ക് 98.9% ആയിരുന്നു അപ്ഡേറ്റ് ഉണ്ടായിരുന്നത് വിസ സക്സസ്. ഇപ്രാവശ്യം അത് ഒന്നുകൂടെ മെച്ചപ്പെടുത്തി 100% ആക്കിയിരിക്കുകയാണ്. ജസ്റ്റ് താങ്ക്സ് ടു ലെവൽ 1 യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദ അപ്രോച്ച് ദാറ്റ് ഹോല വേൾഡ് ടീം took for this remarkable achievement. അതുപോലെ നമ്മുടെ 200ഓളം കുട്ടികളെ ഓസ്ട്രേലിയയിലെ 33 യൂണിവേഴ്സിറ്റീസിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ടോട്ടൽ 37 പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അപ്പോൾ ദൈവാനുഗ്രഹം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി, ഇപ്പം നമ്മളെ ഇത്രയും ആക്കിയത്, ഇത്രയും വളരാനുള്ള, ഇത്രയും നമ്മളെ വളർത്തിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 18K ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഒരു വലിയ ന്യൂസ് അപ്ഡേറ്റ് വരാനുണ്ട്. നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മളെ കാണാനും ഒക്കെ നമ്മൾ വീട്ടിൽ വരണമായിരുന്നു. അത് ശകലം ബുദ്ധിമുട്ടായതുകൊണ്ട് ഓഫീസായിരുന്നു. അപ്പോൾ നമ്മൾ പാരമെറ്റ സ്ക്വയറിൽ നമ്മളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം. വെരി അട്രാക്റ്റീവ് ഓഫീസ്. ഏത് സ്റ്റുഡൻസിനും നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓസ്ട്രേലിയൻ അവേഴ്സിൽ 9 to 5 ഞങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ഇനി മടിക്കുക വേണ്ട. ട്രെയിൻ കയറുക. സിഡ്നിയിലുള്ളവർക്കാണ് ട്രെയിൻ കയറുക, പാരമെറ്റ സ്റ്റേഷനിലെത്തുക. സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് 2 minutes walk പാരമെറ്റ സ്ക്വയർ. പാരമെറ്റ സ്ക്വയറിൽ തന്നെ നമ്മുടെ ഓഫീസുണ്ട്. അവിടെ വന്ന് നമ്മളെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ PR-ലേക്ക് ലീഡ് ചെയ്യുന്ന പാത്വേസിനോ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും കേട്ടോ. ഹോലാവൾ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഫ്രീ കൺസൾട്ടേഷൻ. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ്സിലേക്ക് പോകാം. അപ്പോൾ GS റിക്വയർമെൻറ്റ്സിനെ പറ്റി പറയാം. നമ്മുടെ 24 ജൂലൈ കഴിഞ്ഞിട്ട് നവംബർ ഇൻടേക്കിലേക്കും ഫെബ്രുവരി 25 ഇൻടേക്കും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഫണ്ട് റിക്വയർമെൻറ്റ്സ് ആദ്യം പറയാം. നമുക്ക് ബാച്ചിലേഴ്സിന് തയ്യാറെടുക്കുന്നവർ 55 ലക്ഷം രൂപയുടെ ഫണ്ട് കാണിക്കുന്നതാണ് ഏറ്റവും ഉചിതം. 55 lakhs ഫണ്ട് കാണിക്കുന്നത് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ സേവിങ്സ് ആയിട്ടോ നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണായിട്ടും കാണിക്കാം. ഇതിൻ്റെ കോമ്പിനേഷനായിട്ടും കാണിക്കാം. ഒരു കാര്യം ഓർക്കുക, അതൊരു നാഷണലൈസ്ഡ് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നെങ്കിലും ആയിരിക്കണം. അതായത് നിങ്ങളുടെ രാജ്യത്തെ അപ്പെക്സ് ബോഡിയെ അപ്പെക്സ് ബാങ്ക് ഏതാണോ ആ ബാങ്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് ഏതെങ്കിലും ആയിരിക്കണം. ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കണം ഈ എഡ്യൂക്കേഷൻ ലോണോ ഫിക്സഡ് ഡെപ്പോസിറ്റോ സേവിങ്സോ കാണിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയം, കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഒരുപാട് പേര് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഫണ്ട് എങ്ങനെ കാണിക്കാം? യെസ്, അവിടുത്തെ കാണിക്കാൻ പറ്റും. പ്രൊവൈഡഡ് നമ്മൾ അവിടെ നിന്നൊരു ലെറ്റർ കളക്ട് ചെയ്യണം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന്. അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞുതരാം. അത് നമ്മുടെ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് മാറ്റിയിടുക. ഫെഡറൽ ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് കേട്ടോ. SBI യെസ് ഡെഫിനറ്റ്ലി എ ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കുകളിലേക്ക് മാറ്റിയിട്ടിട്ട് ആ ബാങ്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വേണം നമ്മൾ GS റിക്വയർമെൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റീസിന് സബ്മിറ്റ് ചെയ്യാൻ. അപ്പോഴാണ് അവരത് എലിജിബിളാണ്, എൻട്രി റിക്വയർമെൻറ്റ് ക്ലിയർ ചെയ്ത് തരുന്നത്. ഇനി വലിയൊരു അപകടം ഞാനിവിടെ പറയാനുണ്ട്. ഒരുപാട് പേര് ചിലർ വളരെ ഫാസ്റ്റായിട്ട് ഓഫർ ലെറ്റർ എടുത്ത് തരുന്നു എന്ന് കരുതി കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കൂട്ടുകാർ കൂടി വരുന്ന കുട്ടികളുണ്ട്. ഒരാൾ ചിലപ്പോൾ ഒരു ഏജൻസിയിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് ഓഫർ ലെറ്റർ കിട്ടുന്നു എന്ന് പറഞ്ഞ് കുട്ടികളെല്ലാം അവിടെ പോയി ആപ്ലിക്കേഷൻ ഇടുകയും അതിനുശേഷം ഈ GS ക്ലിയർ ചെയ്യാൻ ഉള്ള അറിവില്ലായ്മ കൊണ്ടും സമയം നഷ്ടപ്പെടുന്നത് കൊണ്ടും ആ കുട്ടികൾക്ക് ഇൻടേക്ക് മിസ്സായി പോകുന്നതും കാണാറുണ്ട്. വേറെ അവരുടെ തന്നെ ഫ്രണ്ട്സ് ചിലപ്പോൾ നന്നായിട്ട് ഈ GS റിക്വയർമെൻറ്റ്സിനെ പറ്റി നല്ല ഐഡിയ ഉള്ള കൗൺസിലേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ക്ലിയർ ആകും, കൂട്ടുകാരവിടെ നിന്ന് പോകുന്നു നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ പെട്ടെന്ന് എടുത്തു തരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ഇൻടേക്ക് പോകാൻ പറ്റും എന്ന് ആരും വിചാരിക്കേണ്ട. GS റിക്വയർമെൻറ്റ്സ് ഏറ്റവും ഫാസ്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കൗൺസിലേഴ്സ് ആണോ നിങ്ങളുടേത് എന്നുള്ളത് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ GS റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഫണ്ടിൻ്റെ കാര്യം നമ്മൾ ബാച്ചിലേഴ്സ് പറഞ്ഞു. ഇനി മാസ്റ്റേഴ്സിന് വേണ്ട ഫണ്ട് 45 ലക്ഷം രൂപയുടെ ഫണ്ടാണ് വേണ്ടത് കേട്ടോ. ഇനി ഈ ഫണ്ടിൻ്റെ 70% പേരൻസിൻ്റെ തന്നെ ഫണ്ടായിട്ട് കാണിക്കണം, അല്ലെങ്കിൽ പ്രൈമറി സ്പോൺസേഴ്സ് എന്ന് പറയും. പ്രൈമറി സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നറിയോ? അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്. 30% ക്യാൻ ബി ഫ്രം സെക്കൻഡറി സ്പോൺസേഴ്സ്. ആരൊക്കെയാണ് സെക്കൻഡറി സ്പോൺസേഴ്സ്? അച്ഛൻ്റെയും അമ്മയുടെയും ബ്രദർ ആൻഡ് സിസ്റ്റർ, അങ്കിൾ ആൻഡ് ആൻറ്റി ഓഫ് ദ സ്റ്റുഡൻറ്റ് കേട്ടോ. പിന്നെ ഗ്രാൻഡ് പേരൻസിനും പറ്റും. ഓക്കെ, അപ്പോൾ ഫണ്ടിൻ്റെ പാട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഈ ഫണ്ട് ഉണ്ടായാൽ മാത്രം പോരാ, ഇൻകം കൂടി ഉണ്ട്, സ്റ്റഡി ഇൻകം ഉണ്ട് സ്പോൺസേഴ്സ് എന്ന് കൂടി തെളിയിക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് നമ്മൾ ഫണ്ട് കാണിച്ചാൽ അവരുടെയൊക്കെ ഇൻകം കൂടി നമുക്ക് കാണിക്കേണ്ടി വരും. ഇനി ഇതാണ് റൂള്. പ്രൈമറി സ്പോൺസേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻ്റ് ഒരാളുടെയെങ്കിലും ഇൻകം 6.5 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. ഇപ്പോൾ 7 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ലാതെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു 7 ലക്ഷം രൂപയ്ക്കായിട്ട് ഫയൽ ചെയ്യുന്നതാണ് ഈ വർഷം ഏറ്റവും നല്ലത്. മൊത്തത്തിൽ ഒരു 6.5 ലക്ഷം രൂപ ആവറേജ് വരുന്ന പോലെ ആനുവൽ ഇൻകം കാണിക്കണം. ഇനി ഇന്ത്യയിലാണ് സ്പോൺസറെങ്കിൽ ഇത് എല്ലാവർക്കും ബാധകമാണ് കേട്ടോ.
ഇന്ത്യയിലാണ് സ്പോൺസറെങ്കിൽ 3 വർഷത്തെ ITR മാൻഡേറ്ററി ആണ്. അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഗവൺമെൻറ് ജോലിക്കാരായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഓക്കെ ഇത് ആവശ്യമാണ് കേട്ടോ. ഇനി പ്രൈമറി സ്പോൺസേഴ്സിന് 8.4 ലക്ഷത്തിനെങ്കിലും ആനുവൽ ഇൻകം കാണിക്കേണ്ടി വരും. അച്ഛൻ, അമ്മ, സിബ്ലിങ്സ് ആണ് പ്രൈമറി സ്പോൺസേഴ്സ്. സെക്കൻഡറി സ്പോൺസേഴ്സിനെയും കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ 12 ലക്ഷം രൂപയുടേത് കാണിക്കണം. ഇനി കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ടോട്ടൽ സ്പോൺസേഴ്സിൻ്റേത് 12 ലക്ഷം രൂപ ആനുവൽ ഇൻകം കാണിക്കണം. ചില പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ 15 ലക്ഷം രൂപയും വേണം കേട്ടോ. എന്താണ് ഈ 8.4 ലക്ഷം രൂപ പറഞ്ഞതെന്നറിയാമോ? 70% ഓഫ് 12 ലാക്സ് ആണ് 8.4 ലാക്സ്. ഇപ്പോൾ എല്ലാം മേക്ക് സെൻസ് ആവുന്നുണ്ട് അല്ലേ? 70-30 റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫണ്ടും ഇൻകം സോഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, അപ്പോൾ GS ഇല്ലാണ്ട് ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും, GS ഇല്ലാണ്ട് ഓസ്ട്രേലിയക്ക് പോകാൻ ഇന്ന യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആണെങ്കിൽ GS വേണ്ട എന്നുള്ളത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റീസ് അത് നമ്മൾ ആര് വഴിയാണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അവരെയാണ് ഏൽപ്പിക്കുന്നത് ഈ ഒരു GS ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ GS അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് നേരെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ എടുത്തിട്ട് ഫീ പേയ്മെൻറ്റിലേക്ക് പോവാം. അതല്ല അൺകണ്ടീഷണൽ ഓഫ് ലെറ്റർ വന്ന് നിങ്ങളുടെ GS എലിജിബിൾ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് എനിക്ക് ഫീ പേയ്മെൻറ്റിലേക്ക് പോകാം. ഇതിൽ ഗുണം വരുന്നത് വിസ സ്റ്റേജിൽ നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ പിന്നെ DHക്ക് എന്തിനാണ് വിസ സ്റ്റേജിൽ തന്നെ ഈ GS ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് പോലും GS റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത്, അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നത്, DHയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ ശ്രദ്ധിക്കുക, GS ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ഇല്ല, GS എല്ലായിടത്തും ഉണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് GS ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം, RMIT, QUT, UNISA, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ്, ഇവരെല്ലാം നിങ്ങളുടെ IELTSന്റെ സ്കോർ കാർഡ്, IELTS ഓർ PT സ്കോർ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അൺകണ്ടീഷണൽ ഓഫ് ലെറ്റേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. നിങ്ങളുടെ ഓഫ് ലെറ്റർ നോക്കിയാൽ അറിയാം, കണ്ടീഷൻസ് GT മെൻഷൻ ചെയ്തിട്ടുണ്ടാകത്തില്ല. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ചിലർക്ക് റാൻഡമായിട്ടും GSന്റെ കാര്യം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? GS നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതല്ല, GS നിങ്ങൾക്ക് ഉണ്ട്, അത് ചെയ്യേണ്ടവർ ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് അതിന് ശേഷം എലിജിബിൾ ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാം, ഈ GS ഒന്നും ഇല്ലാണ്ട് വിസ സ്റ്റേജിൽ വേണമെങ്കിൽ റിസ്ക് എടുക്കാം. അപ്പോൾ അവിടെ നമ്മുടെ വിസ ചിലപ്പം ഡിലേ ആയേക്കാം. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയൊക്കെ മിക്കതും 99% ഓട്ടോഗ്രാൻഡ്. അപ്പം നമ്മൾ ഈ ഓട്ടോഗ്രാൻഡ് വരുന്നവരുടെയും അല്ലാത്തവരുടെയും പ്രൊഫൈൽസ് ചെക്ക് ചെയ്തപ്പം ഈ ഓട്ടോഗ്രാൻഡ് വന്നിട്ടില്ലാത്ത ഈ സെയിം യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ആരും GS വെച്ചിട്ടുള്ളവരായിരുന്നില്ല. അവർക്ക് 1 മാസവും 2 മാസവും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വെച്ചവരുടെ കൂടുതലും ഓട്ടോഗ്രാൻഡ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം ഈ യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, അതല്ലാതെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റീസ് തുടങ്ങിയ യൂണിവേഴ്സിറ്റീസ് അവരുടെ തന്നെ അഡ്മിഷൻസ് ഓഫീസേഴ്സിനെയാണ് ഈ GS ക്ലിയർ ചെയ്യാനായിട്ട് വിളിക്കുന്നത്. ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി, വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, ACU, ഇതെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് നല്ല ടൈം എടുക്കും. അത് മാത്രമല്ല ഇത് ഡീക്കിൻ യൂണിവേഴ്സിറ്റി, ഈ ഇവിടെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിസ സ്റ്റേജിൽ അത് വളരെ ഫാസ്റ്റായിട്ട് വരികയും ചെയ്യും. നമ്മളൊരു ചെറിയ ട്രെക്കിങ്ങിന് വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉച്ച സമയം നട്ടുച്ചയാണ്, പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല. നല്ല തണുത്ത വെള്ളം, ഗ്ലേഷ്യർ വാട്ടർ. ഓക്കെ, അപ്പോൾ അടുത്ത് പോയി നമ്മുടെ സ്റ്റഡി ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണോ അതിനുശേഷം ഇത്ര വർഷം നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്നതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ യൂണിവേഴ്സിറ്റിക്കും DHയ്ക്കും കൊടുക്കാം. അപ്പോൾ ഇത് മിനിമം പറയുന്നത് അവർ 1 ഇയർ വരെ അവർ ചോദിക്കത്തില്ല, വലിയ പ്രശ്നമില്ല. 1 ഇയർ കഴിഞ്ഞാൽ അപ്പം തൊട്ട് ചോദിക്കാൻ തുടങ്ങും എന്ത് ചെയ്യുമായിരുന്നു. സോ പരമാവധി ഗ്യാപ്പ് വരുത്താതെ നോക്കുക. പ്രത്യേകിച്ച് +2 കുട്ടികൾ, 2023 +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ ഈ നവംബർ ഇന്ത്യയിലേക്ക് എയിം ചെയ്യുക. നവംബർ കഴിഞ്ഞാൽ പിന്നെ റിസ്ക്കാണ്, വിസിറ്റ് റിസ്ക്കാണ്, യൂണിവേഴ്സിറ്റീസ് മിക്കവാറും എടുക്കത്തില്ല. അപ്പം നിങ്ങൾ ബാച്ചിലേഴ്സ് തന്നെ കുട്ടികളാണ്, മാസ്റ്റേഴ്സ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു തൽക്കാലത്തേക്കാണ് ഒരു ജോലിക്ക് കയറുക. കാരണം വർക്ക് എക്സ്പീരിയൻസ് കാണിക്കാമല്ലോ. അല്ലെങ്കിൽ അവർ വെറുതെ ഇരിക്കുമെന്ന് വെച്ചാൽ അവരത് അത്ര പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. അടുത്ത പോയിന്റ്, ഏജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഏജ് റിക്വയർമെൻറ്റ്. 33 വയസ്സിന് മേളിലുള്ളവർ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യേണ്ട, വിസ റിജക്ഷൻ ഏകദേശം ഉറപ്പാണ്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. 35 വയസ്സിന് മേളിലുള്ളവർക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നില്ല. അപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവർക്ക് 2 കൊല്ലത്തെ എഡ്യൂക്കേഷൻ ആണെന്നറിയാലോ. അപ്പോൾ 33 വയസ്സുള്ളവർ നിങ്ങളിത് പഠിച്ച് കഴിയുമ്പോൾ 35 ആവുകയും 35 ആയി കഴിയുമ്പോൾ എന്താ പറ്റുക? നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും ലക്ഷം രൂപ മുടക്കി നമ്മൾ ഓസ്ട്രേലിയയിൽ പഠിക്കുമ്പോൾ 33 വയസ്സിന് മേളിലുള്ളവർ മാസ്റ്റേഴ്സിന് ട്രൈ ചെയ്യുന്ന അബദ്ധം. 32 മേളിലാണെങ്കിൽ അല്പം റിസ്ക്കിയാണ്. കാരണം ഒരു പേപ്പറൊക്കെ മിസ്സാവുക എന്നുള്ളത് സാധാരണ സംഭവിക്കുന്നത്, അതായത് ഫെയിൽ ആവുക. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വീണ്ടും നമുക്ക് ആ സബ്ജക്റ്റ് പഠിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ 2 എന്നുള്ളത് 2.5 വർഷമായിട്ട് പോകും. അങ്ങനെ നിങ്ങൾ അഥവാ ബൈ ചാൻസ് നിങ്ങൾ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ 35 വയസ്സ് കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ യു ആർ ട്രാപ്പ്. അടുത്ത പോയിന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ലെവൽ 1 യൂണിവേഴ്സിറ്റീസ്. ലെവൽ 1 യൂണിവേഴ്സിറ്റീസിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, വിസ സക്സസ് വളരെ കൂടുതലാണ്.
ഇന്ത്യ അസസ്മെൻറ്റ് ലെവൽ 3 കൺട്രിയാണ്. അപ്പോൾ അസസ്മെൻറ്റ് ലെവൽ 3യിൽ നിന്ന് അസസ്മെൻറ്റ് ലെവൽ 3 ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്താൽ വിസ റിജക്ഷൻ ഉറപ്പാണ്. ലെവൽ 2 യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ വിസ കിട്ടാൻ ടോസ് ഇട്ട് നോക്കുന്ന പോലത്തെ ചാൻസ് ആണ്. ലെവൽ 1 ആണെങ്കിൽ നല്ല ചാൻസ് ആണ് വിസ കിട്ടാനായിട്ട്, ഓൾമോസ്റ്റ് 100%. ഹൊല വേൾഡിൻ്റെ സീക്രട്ട് സോഴ്സ് ടു സക്സസ് എന്ന് പറയുന്നതും ലെവൽ 1 യൂണിവേഴ്സിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ 16 യൂണിവേഴ്സിറ്റീസ് ആണ് ലെവൽ 1 ആയിട്ട് ഓസ്ട്രേലിയയിലുള്ളത്. മൊത്തം 43 യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിലും 16 ലെവൽ 1 ആയിട്ടുള്ളൂ. ലെവൽ 1 യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഗുണം. 1 വിസ സക്സസ് ഉറപ്പാണ്, 2 ഫാസ്റ്റ് വിസ പ്രോസസ്സിങ്. മാക്സിമം 1 മാസമാണ് വിസ പ്രോസസ്സിങ് ടൈം. ഗേൾസൊക്കെ ലെവൽ 1 യൂണിവേഴ്സിറ്റീസിലേക്ക് ഓട്ടോ ഗ്രാൻഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബോയ്സ് ആണെങ്കിലും മാക്സിമം 1 മന്തിനകത്ത് ലെവൽ 1 യൂണിവേഴ്സിറ്റീസിന് വിസ കിട്ടുന്നുണ്ട്. കാറ്റഗറി 2 and 3യുടെ ഇമ്പോർട്ടൻസ്. ഇവിടെ നമുക്ക് അഡീഷണൽ സ്റ്റേ ബാക്ക് കിട്ടും. അത് മാത്രമല്ല PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ട്രാ 5 പോയിന്റ്സും കൂടി കിട്ടും. കാറ്റഗറി 2 പഠിക്കാൻ വരുന്നതെങ്കിൽ ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് 3 years ആയിരിക്കും സ്റ്റേ ബാക്ക് കിട്ടുക. മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് 4 വർഷം ആയിരിക്കും കിട്ടുക. കാറ്റഗറി 3 ആണെങ്കിലോ ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് 4 വർഷവും മാസ്റ്റേഴ്സ് ആണെങ്കിൽ 5 വർഷമാണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സംശയം ചോദിക്കാറുണ്ട് കുട്ടികൾ, ഇവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് സിഡ്നിക്കോ മെൽബണോ ബ്രിസ്ബെയിനോ ഒക്കെ മാറാം, പ്രശ്നമില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഹലോ, അപ്പോൾ ഇന്നത്തെ ഈ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. This is Jeswin and Jess signing out from Hello. YouTube channel.